എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. അപ്പോൾ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എന്തിനാണെന്നൊക്കെ നമ്മൾക്കറിയാം. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി വികാരഭരിതമായ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ക്രൂശിൽ നിന്ന് യേശു ക്രിസ്തു നമ്മൾക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്ന ആ രക്തത്തിൻ്റെ വിടുതലുകൾ അത് എത്ര പേര് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ആ കാൽവരി ക്രൂശിൽ നമ്മൾക്കായി ചിന്തിയ രക്തത്തിലൂടെയാണ് നമ്മൾക്ക് പരിപൂർണ വിടുതലുകൾ സമസ്ത മേഖലകളിലും ദൈവം തന്നിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ആ ഒരു കാര്യം നമ്മളുടെ ഉള്ളിലോട്ടൊന്ന് കടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയുമ്പോൾ സമസ്ത മേഖലകളിലും നമ്മൾക്ക് ഒരു വിടുതലും ജൈവം കാണുവാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഒത്തിരി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഞാനും ഇതിനു മുൻപ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടി എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുവാനുള്ളൊരു ഗൈഡൻസ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇന്നത് സംസാരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപോലെ ഒരു അനുഗ്രഹമായി തീരുവാനായിട്ടാണ്. കാരണം നമ്മൾക്കറിയാം, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ വെറുതെ യാഗമായി തീർന്നതല്ല, അല്ലേ? യേശുക്രിസ്തു അവസാനത്തുള്ളി തിരുരക്തം വരെ കാൽവരി ക്രൂശിൽ ചിന്തി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എന്തിനാ? നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റാർക്കും വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ആ ഒരു ക്രൂശിലൂടെ നമ്മൾക്ക് ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചില്ല എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അർത്ഥമില്ലാതെ ആകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. അപ്പോൾ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് എനിക്കും അറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്കൊന്ന് ഏറ്റെടുക്കുവാനുള്ളൊരു മനസ്സ് ദൈവം നമ്മൾക്ക് തരട്ടെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് യേശുക്രിസ്തു നമ്മളെ എന്താ ചെയ്തത്? കാൽവരി ക്രൂശിലൂടെ നമ്മളെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി, അല്ലേ? എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ആരിൽ നിന്നാണ് വിലയ്ക്ക് വാങ്ങിയത്? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും, അല്ലെങ്കിൽ പിശാച് അനധികൃതമായി നമ്മളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ ആ ഒരു അനധികൃത അടിമത്തത്തിൽ നിന്നും നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? യേശുക്രിസ്തു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ചുമ്മാ വിലയ്ക്ക് വാങ്ങിയതല്ല, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. നമ്മൾ എന്ന് വെച്ചാൽ അവസാനത്തുള്ള തിരുരക്തം വരെ ജീവൻ കൊടുത്ത്, രക്തത്തിലാണല്ലോ ജീവൻ ഇരിക്കുന്നത്, അപ്പം ജീവൻ കൊടുത്ത് നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെ യേശുക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരുടെ വകയാണ്? ഇനി പിശാചിൻ്റെ വകയാണോ? പിശാചിന് നമ്മളുടെ മേൽ കിടന്നുകൊണ്ട് നിരങ്ങാൻ പറ്റുമോ? നമ്മളുടെ ജീവിതത്തിൽ കിടന്നുകൊണ്ട് നിരങ്ങാൻ പറ്റുമോ? നമ്മളുടെ കുടുംബത്തിൽ കിടന്നുകൊണ്ട് നിരങ്ങാൻ പറ്റുമോ? നമ്മളുടെ ജോലി മേഖലകളിൽ കിടന്ന് നിരങ്ങാൻ പറ്റുമോ? നമ്മളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കിടന്ന് നിരങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? നമ്മൾ പിശാചിൻ്റെ വകയല്ല, നമ്മളെ ദൈവം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ആരുടെ വകയാണ്? യേശുക്രിസ്തുവിൻ്റെ വകയാണല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. എല്ലാ ദിവസവും ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടൊന്ന് ഡിക്ലെയർ ചെയ്ത് നോക്കിക്കും. ജീവിതത്തിൻ്റെ ഒരു മാറ്റം നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, എല്ലാം ഒറ്റ ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്, പടിപടിയായിട്ടാണ് ദൈവം നമ്മളെ വിടുവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങിക്കും. ഒരുപാട് മാറ്റം നമ്മളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങും. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾക്കൊരു ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങും. ചുമ്മാ പറയുകയില്ല, അത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് പറയണം. എന്താ പറയേണ്ടത്? നമ്മൾ പറയണം, ഒച്ചത്തിൽ പറയണം, ഞാൻ യേശുക്രിസ്തുവിൻ്റെ വകയാ. ദൈവം എന്നെ, യേശുക്രിസ്തു എന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. ഞാൻ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വകയാ. ഹേ പിശാചേ, നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. പിശാചിന് എന്നല്ല, ഒരു വ്യക്തികൾക്ക് ശക്തികൾക്കും എൻ്റെ മേൽ അധികാരമില്ല. എൻ്റെ മേൽ അധികാരം ഇനി ആർക്കേ ഉള്ളൂ? എന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളങ്ങ് പറയുക. ഇത്രയും പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാൽ മതി? യേശുക്രിസ്തു എന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. ഞാൻ ഇനി യേശുക്രിസ്തുവിൻ്റെ വകയാണ്. അതുകൊണ്ട് ഹേ പിശാചേ, നിനക്ക് എൻ്റെ മേലെ യാതൊരു അവകാശവുമില്ല. ഇങ്ങനെ നമ്മളൊന്ന് പറയുവാനായിട്ട് തയ്യാറാകുക. അത് വിശ്വാസത്തോടെ പറയണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ദൈവം നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നമ്മൾക്ക് പാപക്ഷമ ലഭിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ പാപികളായിരുന്നു, അല്ലേ? ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്ത് ഇരിക്കുന്ന സിറ്റുവേഷൻ. പാപക്ഷമ നമുക്ക് ലഭിച്ചു എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതം 100% പെർഫെക്റ്റ് ആണോ? ഇന്നുമല്ല, അന്നുമല്ല, അല്ലേ? ഒരിക്കലുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പാപക്ഷമ, നമ്മളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഓരോ പാപത്തിനും പരിഹാരമായിട്ട് യേശുക്രിസ്തു ഓൾറെഡി കാൽവരി ക്രൂശിലെ രക്തം ചിന്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ആ രക്തത്താലൊന്ന് കഴുകൽ പ്രാപിച്ചെടുത്താൽ മാത്രം മതിയാകും. ഓക്കെ, അപ്പോൾ പാപക്ഷമ ലഭിച്ചു എന്ന് വെച്ചാൽ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി 6 കോടതികളിൽ വിചാരണ ചെയ്യപ്പെട്ടു. യേശുക്രിസ്തു കുറ്റം ചെയ്തിട്ടാണോ? ഒരു കുറ്റവും ചെയ്തിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ്?
നമ്മൾ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ നമ്മളെ പൈശാചിക കോടതികളിലും ലോകത്തിൻ്റെ കോടതികളിലും നമ്മളെ കയറി ഇറക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട്, ആ ഒരു വിഷയം നമ്മളുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി എന്തായിത്തീർന്നു? വിചാരണ കോടതികളിൽ കയറി ഇറങ്ങി, 6 കോടതികളിൽ കയറി ഇറങ്ങി നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ കയറി ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വരുമോ? ഇല്ല. കാരണം ദൈവം നമ്മൾക്ക് വിടുതൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക. യേശു കുറ്റം ഏറ്റെടുത്ത് നമ്മൾക്ക് വേണ്ടി വിചാരണ കോടതിയിൽ കയറി ഇറങ്ങി. എന്തിനാ? നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യേശു നിന്ദിതനായി. യേശു നിന്ദിതനായത് എന്തിനാ? കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തുവിനല്ലേ അവർ നിന്ദിച്ച് അവരുടെ വാക്കുകൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും എല്ലാം യേശു ക്രിസ്തുവിനെ ഏറ്റവും നീചമായിട്ട് നിന്ദിച്ചു. എന്തിനാ യേശു ക്രിസ്തു ആ നിന്ദ ഏറ്റുവാങ്ങിയത്? നമ്മൾ നിന്ദിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണോ? അല്ല. എന്തിനാ? നമ്മൾ മാന്യരാകുവാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് മാന്യത ലഭിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവം തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മൾ മാന്യതയുള്ളവരാണേ. അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ ഓർക്കുക, നമ്മൾ നിന്ദിതരായിട്ട് ജീവിക്കുവാനല്ല, നമ്മൾ ആരായിട്ട് ജീവിക്കുവാനാ? നമ്മൾ മാന്യതയുള്ളവരായിട്ട് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ ദൈവം നമ്മളെ എന്തിനാ ദൈവം നമ്മൾക്ക് വേണ്ടി നിന്ദിതനായത് എന്തിനാ? നമ്മളെ മാന്യരാക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിന്ദയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം, ദൈവമേ, അങ്ങ് എനിക്ക് വേണ്ടി നിന്ദ ഏറ്റെടുത്തുവെങ്കിൽ, എൻ്റെ നിന്ദ അങ്ങ് ഏറ്റെടുത്തു, അങ്ങ് നിന്ദിക്കപ്പെട്ടുവെങ്കിൽ ഞാൻ മാനിക്കപ്പെടണം. ഞാൻ ഇന്നു മുതൽ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ മാനിക്കപ്പെടും. ഞാൻ ഇന്നു മുതൽ മാനിക്കപ്പെടുമെന്ന്, മാന്യതയുള്ളൊരു വ്യക്തിയായിട്ട് ഞാൻ മാറുമെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഈ പറയുന്നതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ വാഗൊണ്ട് ഡിക്ലെയർ ചെയ്യണം. നാവിൻ്റെ അധികാരം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഡിക്ലെയർ ചെയ്യണം. ഒച്ചത്തിൽ തന്നെ നമ്മളത് പറഞ്ഞ് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യേശു മുറിയപ്പെട്ടു. യേശു എന്തിനാണ് മുറിയപ്പെട്ടെ? യേശു മാനസികമായും ശാരീരികമായും എല്ലാം യേശു മുറിയപ്പെട്ടു. എന്തിനാണ് മുറിയപ്പെട്ടത്? നമ്മളുടെ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മുറിയപ്പെട്ടത്. എന്ന് വെച്ചാൽ നമ്മളുടെ ആന്തരിക മുറിവുകൾ, നമ്മളുടെ ഭൗതികമായ മുറിവുകൾ, എല്ലാ മുറിവുകളെ ഉണക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മുറിയപ്പെട്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മളത് ആന്തരികമായി മുറിയപ്പെട്ടവർ എന്താണ്? നമ്മൾക്ക് ചെറുപ്പകാലങ്ങളിലുള്ള നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ നമ്മളുടെ മനസ്സിനേറ്റ മുറിവുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ടൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മനസ്സിന് മുറിയപ്പെടുന്ന ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകാത്ത ആരുമില്ല, അല്ലേ? എല്ലാവരും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ മുറിവുകൾ എന്താണ്? അത് നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ്? അത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ രോഗികളാക്കും, നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാക്കും, നമ്മളെ ഡിപ്രഷനിലോട്ടൊക്കെ തള്ളിവിടും, അല്ലേ? അപ്പോൾ യേശു ക്രിസ്തു മുറിയപ്പെട്ടത് എന്തിനാ? എൻ്റെ ആന്തരിക മുറിവുകളും ഭൗതികമായിട്ടുള്ള മുറിവുകളും എല്ലാം ഉണക്കുവാനാണ്, എനിക്ക് ആന്തരിക സൗഖ്യം തരുവാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ എന്താണ്? എനിക്ക് ഡിപ്രഷനുകളിൽ നിന്നുള്ള വിടുതലുകൾ എല്ലാം തരുവാനായിട്ടാണ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മുറിയപ്പെട്ടതും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞ് അതും വാഗൊണ്ട് ഏറ്റു പറഞ്ഞ് നമ്മൾ അതിൻ്റെ ജയം ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യേശു അടിയേറ്റു. യേശു എന്തിനാണ് അടിയേറ്റത്? അവൻ്റെ അടിപ്പിണരുകളാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അല്ലേ? അപ്പോൾ യേശു അടിയേറ്റത് എന്തിനാ? നമ്മൾക്ക് സൗഖ്യം തരുവാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ ശരീരത്തിൽ ഓരോ അടിക്കും എന്താണ്? ഓരോ രോഗത്തിനുമുള്ള സൗഖ്യമുണ്ട് അതിനകത്ത്. എത്ര അടി അടിച്ചു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ, അല്ലേ? പല വചനപണ്ഡിതന്മാർ പലതും പറയുന്നുണ്ട്. പക്ഷേ എത്ര അടി കൊണ്ടു എന്നുള്ളത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ഓർക്കുക, നമ്മളുടെ സകല രോഗത്തിനും വേണ്ടിയിട്ടാണ് അവൻ അടി മുഴുവൻ കൊണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് സൗഖ്യം തരുവാനായിട്ടാണ്. അതുകൊണ്ട് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് നമ്മളത് ഡിക്ലെയർ ചെയ്യുക. വാഗൊണ്ട് ഡിക്ലെയർ ചെയ്യുവാനായിട്ട് തയ്യാറാകുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യേശു ശാപമായി തീർന്നു. എന്ന് വെച്ചാൽ കാൽവരി ക്രൂശിൽ കുരിശെന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ശാപമായിരുന്നു. ഇന്ന് ആ കുരിശ് നമ്മൾക്ക് അനുഗ്രഹമായതല്ലേ? അപ്പോൾ നമ്മുടെ ശാപങ്ങളെല്ലാം അവിടുന്ന് വഹിച്ചു, അല്ലേ? അവിടുന്ന് അവർ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടത്, അല്ലെ? ക്രൂശീകരിച്ചതും. അപ്പോൾ യേശു ക്രിസ്തു എന്തിനാ ആ ഒരു രീതിയിലോട്ട് മരണപ്പെട്ടത്? നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശാപങ്ങളെല്ലാം നീക്കി നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? നമ്മൾക്ക് വേണ്ടി ശാപമായി തീർന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞോണം. ഏതെങ്കിലുമൊക്കെ ശാപത്തിൻ്റെ ഒരു പാരമ്പര്യ ശാപങ്ങളൊക്കെ നമ്മളെ പിന്തുടരുന്നു എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം, എൻ്റെ യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ശാപമായി തീർന്നത് എന്നെ അനുഗ്രഹിക്കുവാനാണല്ലോ, അങ്ങനെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മളത് വാഗൊണ്ട് ഏറ്റുപറയുക, എൻ്റെ യേശു ക്രിസ്തു ശാപമായി തീർന്നു, അതിനാൽ ഒരു ശാപവും ഇനി എന്നെ പിന്തുടരത്തില്ല, ഞാൻ അനുഗ്രഹിക്കപ്പെടും,
ഞാൻ ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മൾ വാഗൊണ്ട് ഡിക്ലെയർ ചെയ്യുവാൻ തയ്യാറാകുക കേട്ടോ. അതിന് വലിയ പവറാണ്. നമ്മളുടെ വാഗൊണ്ട് നമ്മൾ ഏറ്റു പറയുന്നതിനും ഭയങ്കര പവറാണ്. അത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് ഏറ്റു പറയുവാനായിട്ട് തയ്യാറാകുക. അല്ലാതെ വിധിക്ക് നമ്മൾ കീഴടങ്ങുമല്ല ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യേശു ഒറ്റപ്പെട്ടു. യേശു ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ അല്ലേ, എന്തോരം ഒറ്റപ്പെട്ടു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ, അല്ലേ. ശിഷ്യന്മാരൊക്കെ പുറകെ അനുഗമിച്ചെങ്കിലും അവർ അകലം വിട്ട അനുഗമിച്ചത്. ആരും കൂടത്തിൽ നിന്നില്ല. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പത്രോസ് പോലും എന്താ ചെയ്തത്? യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞു, അല്ലേ. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന യോഹന്നാൻ പോലും ഒരു അകലം വിട്ടാ പിന്തുടർന്നത്, അല്ലേ. അപ്പോൾ ഇവർക്ക് പേടി കൊണ്ടാ. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ആ ഒരു എല്ലാ സാഹചര്യങ്ങളിലൂടെ ദൈവം കടന്നുപോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ദൈവം ഒറ്റപ്പെട്ടു, അല്ലേ. എന്തിനേറെ പറയുന്നു, പിതാവേ അങ്ങനെ കൈവിട്ടതെന്ത് എന്ന് വരെ യേശു ക്രിസ്തു ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. എന്തിനാ പിതാവ് കൈവിട്ടത്? യേശു ക്രിസ്തു എന്തിനാ ഒറ്റപ്പെട്ടത്? നമ്മൾക്ക് കൂട്ടായ്മ തരുവാൻ, നമ്മളുടെ ഒറ്റപ്പെടലുകളൊക്കെ എടുത്തു മാറ്റി നമ്മൾക്ക് കൂട്ടായ്മ തരുവാൻ വേണ്ടിയിട്ട്. അതിനാ ദൈവം പറഞ്ഞിരിക്കുന്നതല്ലേ, എവിടെ നിങ്ങൾ എൻ്റെ നാമത്തിൽ എവിടെ രണ്ടോ അതിലധികമോ പേരെ എവിടെ ഒന്നിച്ചു കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. അത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇനി ഒറ്റയ്ക്കാണെങ്കിലും എന്താണ്, ദൈവം കൂടെയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ഒറ്റപ്പെട്ടത്. നമ്മളുടെ ആ ഒരു ഒറ്റപ്പെടൽ നീക്കുവാനായിട്ട് ദൈവം അവിടെ ഓൾറെഡി ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ആരുണ്ട്? ഒരു മനുഷ്യനില്ലെങ്കിലും ദൈവത്തിൻ്റെ ആ ഒരു സഖിത്വം നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്ന് തിരിച്ചറിയുക. പിന്നെ ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ചോണം, എൻ്റെ യേശു എനിക്ക് വേണ്ടി ഒറ്റപ്പെടൽ അനുഭവിച്ചുവെങ്കിൽ ഞാൻ ഇനി ഒറ്റപ്പെടുന്ന സിറ്റുവേഷനിലൂടെ കടന്നു ഉള്ളവനല്ല എന്ന് പറഞ്ഞ് നമ്മളത് വാഗൊണ്ട് ഡിക്ലെയർ ചെയ്ത് ഏറ്റെടുത്തോണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യേശു ദരിദ്രനായി. യേശു എന്തിനാ ദരിദ്രനായി? ഇന്ന് പലരും പറയും, നമുക്കൊക്കെ തെറ്റിപ്പോകുന്നതല്ലേ, എൻ്റെ യേശു ദരിദ്രനായിട്ടാണ് ജീവിച്ചത്, അതുകൊണ്ട് ഞാനും ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകും എന്ന് നമ്മൾ പറയരുത്. യേശു ദരിദ്രനായത് എന്തിനാ? നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു ആത്മീയത്തിലും ഭൗതികത്തിലും എല്ലാം നമ്മൾ സമ്പന്നരാകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ദരിദ്രനായി തീർന്നത്. അല്ലാതെ ചുമ്മാതെ അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞും അത് നമ്മൾ പറയുക, ഏതെങ്കിലുമൊക്കെ ആത്മീയ വിഷയത്തിൽ, ഭൗതിക വിഷയത്തിൽ, സാമ്പത്തികത്തിലൊക്കെ നമ്മൾ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞോണം, നമ്മൾ യേശു ദരിദ്രനായി ഞാൻ എന്നെ സമ്പന്നനാക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു എന്തായത്? ദരിദ്രനായി തീർന്നത്. അത് നമ്മൾ പറഞ്ഞോണം. അപ്പോൾ ഇത് സമ്പന്നത എന്ന് പറയുമ്പോൾ പണത്തിൻ്റെ കാര്യം മാത്രം വരരുത്. ആത്മീയം, ഭൗതികം, എല്ലാ വിധത്തിലും നമ്മൾ എവിടെയൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ ആ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളെ മാറ്റി നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഡിക്ലെയർ ചെയ്തോണം, വാഗൊണ്ട് നമ്മളത് ഏറ്റു പറഞ്ഞോണം. ഓക്കെ, ഇനി അടുത്തതാണ് മെയിൻ. യേശു ക്രിസ്തു പിശാചിൻ്റെ തലയെ തകർത്തു, അല്ലേ. കാൽവരി ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം ആയുധവർക്കം വെപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട് ആയുധവർക്കം വെപ്പിച്ചത്? ദൈവപുത്രൻ്റെ മുൻപിൽ ഓൾറെഡി ഇവരൊക്കെ തോറ്റു തന്നെയാണ് കിടക്കുന്നത്. പിശാചിനെ തള്ളിക്കളഞ്ഞത് ദൈവത്തിൻ്റെ മുൻപിൽ പിശാച് പണ്ടേ തോറ്റവനാണ്. അപ്പോൾ ഈ കാൽവരി ക്രൂശിൽ ഒന്നും കൂടി അവൻ്റെ തലയെ തകർത്ത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് അവനിൽ നിന്ന് അധികാരം പിടിച്ചു മേടിച്ചത് എന്തിനാ? നമ്മളെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് സ്വാതന്ത്ര്യം തരുവാനായിട്ടല്ലേ. അപ്പോൾ പിശാച് നമ്മളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് നമ്മൾക്കൊരു സ്വാതന്ത്ര്യം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള സ്വാതന്ത്ര്യം ദൈവം നമ്മൾക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബന്ധിക്കപ്പെട്ടവരല്ല, ബന്ധനം ദൈവം നമ്മൾക്ക് വേണ്ടി അഴിച്ച് നമ്മളെ സ്വതന്ത്രരാക്കിയവരാണ്. അത് നമ്മൾ പറഞ്ഞോണം. ഒരു പിശാചിനും, ഒരു വ്യക്തിക്കും, ഒരു ശക്തിക്കും, ഒരു വാക്കുകൾക്കും, ഒരു അധികാരങ്ങൾക്കും എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എന്നെ ബന്ധിക്കുവാനായിട്ട് പറ്റത്തില്ല. കാരണം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എൻ്റെ ബന്ധനത്തെ എല്ലാം അഴിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിച്ചോണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ. എന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും ഒരു നിത്യജീവൻ തരുവാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തകർത്ത് എനിക്കെന്ത് തന്നിരിക്കുകയാണ്? നിത്യജീവൻ തന്നിരിക്കുകയാണ്. അപ്പോൾ അന്ന് വരെ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപേ വരെ എന്താണ്? ഈ പിശാചിൻ്റെ കയ്യിൽ എന്ത് അധികാരമുണ്ടായിരുന്നു? മരണത്തിൻ്റെ അധികാരമുണ്ടായിരുന്നു. എന്നാൽ ആ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ആര് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ്? യേശു ക്രിസ്തു പിടിച്ചു വാങ്ങിയിരിക്കുകയാണ്. എന്തിനാ പിടിച്ചു വാങ്ങിയത്? നമ്മൾക്ക് പകരം എന്ത് തന്നിരിക്കുകയാണ്? അധികാരം തന്നിരിക്കുകയാണ്. അപ്പോൾ നിത്യജീവൻ മാത്രമല്ല, അതിനോട് കൂടി എന്താ തന്നിരിക്കുന്നത്? നമ്മൾക്ക് ആ ഒരു ഡിവൈൻ അതോറിറ്റി അത് നമ്മൾക്ക് തന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവിക അധികാരം ദൈവം നമ്മളുടെ മേൽ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം, ദൈവമേ അങ്ങയുടെ അധികാരം, അവർ നിത്യജീവൻ, അതെല്ലാം ദൈവം എനിക്ക് തന്നല്ലോ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയുടെ അധികാരം എന്നിലൂടെ ഒന്ന് വെളിപ്പെടട്ടെ എന്ന് നമ്മൾ പറയുക. പിന്നെ എന്താണ്? നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും കൂടെ വേണം, അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒരുപാട് ഇതിനകത്ത് പറയാനുണ്ട്. കാരണം നമ്മളൊരു ക്രൂശീകരണം ധ്യാനിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് മർമ്മങ്ങൾ ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ വീഡിയോ നീണ്ടുപോകും. നിങ്ങൾ പറയും വീഡിയോ ഇനി അധികം നീട്ടരുത്, ഞങ്ങൾ
നിങ്ങൾക്ക് കാണാൻ ടൈമില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ചുരുക്കി ഒരു 11 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമാകുന്നതാണ്. ഏറ്റെടുത്താലാണ് വിടുതൽ. അല്ലാതെ നമ്മൾ ചുമ്മാ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ എന്താ പറയുക ജ്ഞാനം അളക്കാനോ ഒന്നും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഏറ്റെടുക്കുക. ക്രൂശീകരണത്തിൻ്റെ ആ ഒരു അനുഗ്രഹവും വിടുതലും എല്ലാം ഏറ്റെടുത്ത് നമ്മൾ കൊണ്ട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുവാനായിട്ട് ഇടയാകും. കാരണം നമ്മൾ പിശാചിൻ്റെ അടിമകളായിട്ട് നിൽക്കേണ്ടവരല്ല. കരഞ്ഞും തളർന്നും വിലപിച്ചും ദാരിദ്ര്യത്തിലൂടെയും നിന്ദയിലൂടെയും ഒന്നും കടന്നു പോകേണ്ടവരല്ല. കാരണം നമ്മുടെ യേശു ക്രിസ്തു ഇതെല്ലാം കാൽവരി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. ദൈവം അതെല്ലാം ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ വിടുതലുകളും അനുഗ്രഹങ്ങളും എനിക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് ഏറ്റെടുത്തത്, അല്ലാതെ ചുമ്മാ ഏറ്റെടുത്തതല്ല. അല്ലേ? യേശു ക്രിസ്തു ആ അവസ്ഥകളെല്ലാം ഏറ്റെടുത്തത് എന്തിനാ? നമ്മൾക്കതിന്മേലെല്ലാം ജയം തന്ന് ആ മേഖലകളിലൊക്കെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇത് ധ്യാനിക്കാൻ നമ്മൾ തുടങ്ങി, ഇത് നമ്മൾ പറയുവാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒത്തിരി വിടുതലുകൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ അനുഭവിക്കുവാനായിട്ടിടയാകും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.